ആലപ്പുഴ ജില്ലയിലെ പാതിരാപ്പള്ളി എന്ന കൊച്ചു ഗ്രാമം. ഈ കൊച്ചു ഗ്രാമം ഇപ്പോൾ അറിയപ്പെടുന്നത് ഒരു എഴുത്തുകാരൻ്റെ പേരിലാണ്. അത് അഖിൽ പി ധർമ്മജൻ എന്ന യുവാവിൻ്റെ പേരിലാണ്. രാജ്യമാകെ ശ്രദ്ധിക്കപ്പെട്ട കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ യുവ പ്രതിഭാ പുരസ്കാരം നേടിയത് അഖിലാണ്. അഖിൽ എഴുതിയ പുസ്തകമാണ് ഒരുപക്ഷെ അഖിലിനേക്കാൾ കൂടുതൽ പ്രശസ്തം. അത് രാം കെയർ ഓഫ് ആനന്ദി എന്ന നോവലാണ്. അവാർഡിന് പിന്നാലെ വിവാദങ്ങളും ഇഷ്ടം പോലെ അഖിലിനെ തേടിയെത്തി. അപ്പോൾ നമ്മളൊന്ന് അന്വേഷിക്കുകയാണ്, ആരാണ് യഥാർത്ഥത്തിൽ അഖിൽ പി ധർമ്മജൻ? ലൈംലൈറ്റുകളുടെ പ്രകാശമില്ലാതെ തന്നെ അഖിലിന്റെ ജീവിതം തുറന്നു കാണിക്കുകയാണ് ന്യൂസ് 18. സാധാരണ റാം ട്രെയിൻ കാത്തിരിക്കാറുള്ള സിമന്റ് ബെഞ്ചിന് അരികിലേക്ക് നടന്നു. ആ ബെഞ്ചിൽ റാം മാർക്കർ പേന കൊണ്ട് മുൻപൊരിക്കൽ എഴുതിയിട്ടിരുന്ന അവന്റെ പേരിനൊപ്പം മല്ലിയുടെ പേര് കൂടി എഴുതിയിട്ടിരുന്നു. അത് കണ്ട് റാം അവളെ ഒന്ന് നോക്കി. വളരെ കുറഞ്ഞ കാലം കൊണ്ട് കേരളമാകെ ശ്രദ്ധിക്കപ്പെട്ട ഒരു എഴുത്തുകാരനാണ് അഖിൽ പി ധർമ്മജൻ. ഒപ്പം തന്നെ കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് നൽകി രാജ്യവും അഖിലിനെ അംഗീകരിച്ചിരിക്കുകയാണ്. ഇന്ന് ന്യൂസ് 18ന്റെ അതിഥിയായി എത്തിയിരിക്കുന്നത് ഈ യുവ എഴുത്തുകാരനാണ്. അഖിൽ, സ്വാഗതം. അഖിലെ, ഇനിയിപ്പോ ഔപചാരികതകളൊന്നും വേണ്ട എന്നെ പരിചയപ്പെടുത്താനായിട്ട്. പാതിരപ്പള്ളിക്കാരനാണ് അഖില്. എന്റെ നാടും പാതിരപ്പള്ളിയാണ്. കൊച്ചിലെ മുതൽ കണ്ട് വളർന്ന ആളുകളാണ് നമ്മളല്ലേ. പക്ഷെ അതിനൊക്കെ അപ്പുറത്തേക്ക് ഇപ്പോ രാജ്യമാകെ അംഗീകരിക്കപ്പെട്ട ഒരു എഴുത്തുകാരനായി വളരെയധികം സന്തോഷം ഉണ്ടായില്ലേ? എനിക്ക് സന്തോഷം. ഇങ്ങനൊരു കൂടിക്കാഴ്ച ശരിക്കും നാടിനും കൂടി ഒരു അഭിമാനമാണ്. പക്ഷെ ഇത്തരം സംഭവങ്ങളൊക്കെ നടക്കുമ്പോഴും വിവാദങ്ങളും ഒക്കെ ഇങ്ങനെ കൊടുമ്പിരി കൊണ്ടുകൊണ്ടിരിക്കുകയാണല്ലേ. അങ്ങനെ നടക്കുന്നു, അതിനൊപ്പം അതും നടക്കുന്നുണ്ട്. എങ്ങനെയാണ് ഈ കഥ എഴുത്ത് എന്നുള്ളത് വളരെ സീരിയസ് ആയി കണ്ടുപിടിക്കുന്നത് എപ്പോഴാണ്? ഞാനിത് തീരെ ചെറുപ്പത്തിൽ തന്നെ ഇങ്ങനെ നാട്ടിലൊക്കെ കഥ പറയുമല്ലോ, ചേട്ടന്മാരൊക്കെ പ്രേതകഥകൾ പറയും, ഓരോ സ്ഥലങ്ങളിൽ പോയ കഥകളൊക്കെ പറയും. അപ്പൊ അതൊക്കെ ഇങ്ങനെ കേട്ടിട്ട് ഞാൻ സ്കൂളിൽ വന്ന് പറയുമ്പോഴേക്കും ആദ്യം 1-2 കുട്ടികൾ കേൾക്കാണ്ട് ഇവര് കുറെ കുട്ടികളെ കൂട്ടിയിട്ട് വരും. അപ്പൊ ഞാൻ പറഞ്ഞു ഒരേ കഥ പറഞ്ഞ് മടുത്തു. അങ്ങനെ ഈ കഥയെ ഞാൻ എടുത്തിട്ട് റഫ് നോട്ടിന്റെ ബാക്കിലാകും. അപ്പൊ ഈ റഫ് നോട്ട് പിന്നെ പോയി കഴിഞ്ഞാൽ കുറെ ദിവസം കഴിഞ്ഞ് എന്റെ കയ്യിൽ കിട്ടുന്നത്, അതും കുറെ അഴുക്കൊക്കെ ആയിട്ടായിരിക്കും കിട്ടുന്നത്. അപ്പൊ ഓരോ ആൾക്കാർ വന്ന് അതിന്റെ അഭിപ്രായം പറയാം, ആ പ്രേതകഥ കൊള്ളായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ചിലര് വീട്ടിൽ കൊണ്ടുപോകും. അപ്പൊ ഇതെനിക്കൊരു ഭയങ്കര രസം തോന്നി. ഈ കുട്ടികൾ ഇത് വായിക്കുന്നു, അതിന്റെ അഭിപ്രായം പറയുന്നു, അവരുടെ മുഖത്ത് ഭീതി കാണുന്നു. അപ്പൊ അങ്ങനെ എനിക്ക് ആദ്യത്തെ നോവൽ തന്നെ വെച്ചപ്പോൾ ഒരു പ്രേതകഥയാണ്. നമ്മളിപ്പോ ഹൊറർ എനിക്ക് ഭയങ്കര ഇഷ്ടം. അതായത് നമ്മളിപ്പോ നോർമലി ഒരു കഥ പറയുമ്പോഴും ഹൊറർ കഥ പറയുമ്പോഴും ആളിന്റെ ഒരു വ്യത്യാസമുണ്ട്. നോർമലി കഥ പറയുമ്പോൾ ഒരു 5-6 പേര് കാണും. ഹൊറർ എന്ന് പറഞ്ഞാൽ ഉള്ളവരെല്ലാരും കൂടെ വന്ന് ഇതെന്താന്ന് നോക്കും. അപ്പൊ ആ ഒരു ചെറുപ്പം തൊട്ട് തന്നെ അങ്ങനെയാണ് എഴുതി ശീലിച്ചത്. അതെങ്ങനെയാണ് ഒരു ഹൊറർ പശ്ചാത്തലത്തിലേക്ക്? നിങ്ങളുടെ വീടൊക്കെ എനിക്ക് അറിയാവുന്ന അങ്ങനെ ഒരു ഹൊറർ പശ്ചാത്തലം അത് പറയാനുള്ള കാര്യം എന്താന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ അടുത്ത് ഒരു മഞ്ഞ വീടെന്ന് പറഞ്ഞ ഒരു പഴയ ഒരു വീടാ. അവിടെ ആൾതാമസം കാടും പടലേക്ക് പിടിച്ചു കിടക്കുന്ന ഒരു തറവാട് ഒരു വീട്. ഞങ്ങള് കുട്ടികൾ അതിനെ മഞ്ഞ വീടെന്ന് വിളിക്കുന്നത്. മഞ്ഞ പെയിന്റാണ് അതിന്. അപ്പൊ ശനി ഞായറൊക്കെ ആകുമ്പോൾ ഞങ്ങള് പ്രേതമായിട്ട് പറഞ്ഞ കമ്പും കൊലൊക്കെ ആയിട്ട് അതിനകത്ത് നടക്കില്ല. വവ്വാലൊക്കെ ഉണ്ട്. അപ്പൊ നമ്മൾ ഓരോ മുറിയിലൊക്കെ കയറുമ്പോൾ വവ്വാല് പറഞ്ഞു മുമ്പ് പ്രേതമാണെന്ന് വിചാരിച്ച് അപ്പൊ ആ കുട്ടിക്കാലത്ത് എല്ലാ ശനിയാഴ്ച ഞായറാഴ്ച ഞങ്ങൾ പ്രേതമായിട്ടേക്ക് പോകും. ഈ ഒരു ഹോണ്ടഡ് ആയിട്ടുള്ള ഒരു വീട്. അപ്പൊ അതിന് ചുമ്മാ ഓരോ കഥയൊക്കെ പറഞ്ഞു, അതിൻ്റെ അകത്ത് കുറെ ആൾക്കാർ തൂങ്ങി മരിച്ചതാണ് എന്നൊക്കെ കഥ പറയുമ്പോൾ നമുക്കൊരു സന്തോഷമല്ല, കുട്ടികളായിട്ട് പോകുമ്പോൾ ഒരു അഡ്വഞ്ചർ ഉണ്ടല്ലോ, അതെനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. അങ്ങനെ എന്തായാലും ഇന്ന് മഴയൊന്നുമില്ല, നല്ലൊരു അന്തരീക്ഷം. അഖില് വന്നിട്ടുണ്ടെങ്കിൽ അഖില് എപ്പോഴും ചിരിച്ചോണ്ടാണ് ഇരിക്കുന്നത്. ഇനി കുട്ടിക്കാലത്ത് ഞാൻ അഖിലിനെ കണ്ടിട്ടുണ്ട്. അന്ന് ഈ നുണക്കുഴി ഉള്ള ചിരിയും ഒക്കെ ആയിട്ടാണ് അല്ലെ. നമ്മള് ഷിനൂന്നായിരുന്നു അന്ന് വിളിക്കുന്നത്. കോഴിവത്തി. പക്ഷെ ഞാൻ കാണുമ്പോഴെല്ലാം ഇതുണ്ടല്ലോ, തീരെ ചെറുപ്പത്തിൽ കോഴിവത്തിയാണ്. അതാണ് ഒരു സൈഡ് മാത്രമല്ലേ. അതെല്ലാരും ഓർക്കും നുണക്കുഴിയാണ്, പക്ഷെ അതൊരു കോഴി ആക്സിഡന്റ് ആയിരുന്നു, കോഴി കൊത്തിയതാണ്. നമ്മളെല്ലാവരും വിചാരിച്ചത് നുണക്കുഴിയാണ് കേട്ടോ. കുട്ടിക്കാലത്ത് കാണുമ്പോ പോലും ഇത് നുണക്കുഴിയാണെന്ന് വിചാരിച്ചത്. ഒരു സൈഡിലേ ഉള്ളു, അത് ശരിയാണ്. എന്തായാലും കോഴി ഹൊറർ മഞ്ഞ വീടും ഒക്കെ രസമുള്ള കഥയാണ്. നല്ലൊരു ചൈൽഡ്ഹുഡ് ആയിരുന്നു എന്റേത്. അതെ, പക്ഷെ അങ്ങനെയൊക്കെ പറയുമ്പോഴേ അമ്മ ഇല്ലല്ലോ, അമ്മ അവിടെ ഗൾഫിലായിരുന്നു. ശരിക്കും പറഞ്ഞാൽ സാമ്പത്തികമായ അത്ര ഒന്നും ഇല്ലാഞ്ഞൊരു ഫാമിലി ആയിരുന്നു. അപ്പം കുടുംബം മുന്നോട്ട് പോകണമെങ്കിൽ അച്ഛനും അമ്മയും ഒക്കെ കഷ്ടപ്പെടണമായിരുന്നു അല്ലേ. ഒരുപാട് കടമൊക്കെ ആയിരുന്നു. അപ്പം വസ്തുവൊക്കെ ഒരുപാട് കടത്തിലായിരുന്നു. പിന്നെ രണ്ടുപേരും കൂടെ ഈക്വലി കഷ്ടപ്പെട്ടിട്ടാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ എന്റെ ചൈൽഡ്ഹുഡ് എന്ന് പറയുന്നത് ഇതുപോലായിരുന്നു. അപ്പം കൃത്യമായ കെയറോ കാര്യങ്ങളോ ഒന്നും ഇല്ല. സത്യം പറഞ്ഞാൽ നാട്ടിൽ ഒരുപാട് പേര് അങ്ങനെയൊക്കെ പറഞ്ഞു ഭയങ്കരമായിട്ട് മോശമായിട്ട്, അതായത് ഇവൻ
നശിച്ചു പോകുന്നുള്ള ഒരു ഇതുവരെ വന്നിട്ടുണ്ട്. അപ്പോൾ ഞാനപ്പോഴേക്കും എനിക്ക് ഭയങ്കര സങ്കടം വന്നിട്ടുണ്ട്. എനിക്ക് ഭയങ്കര വിവാദവും കാര്യങ്ങളും വരുമ്പോൾ എന്നെ അത് എഫക്ട് ചെയ്യാത്തതിന്റെ കാരണം എന്താന്ന് പറഞ്ഞിട്ട് കുട്ടിക്കാലം തൊട്ട് തന്നെ എനിക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഒരുപാട് ആൾക്കാർ അതും ഇതൊക്കെ പറഞ്ഞ് എനിക്ക് ഭയങ്കര മാനസികമായിട്ട് വിഷമം ഉണ്ടാക്കിയിട്ടുണ്ട്. ശരിക്കും പറഞ്ഞ ഈ മഞ്ഞ വീടിലെ വടിയും കൊണ്ട് പ്രേതത്തെ തപ്പിപ്പോകുന്ന ആളുകൾ പറഞ്ഞില്ലെങ്കിലേ ഉള്ളൂ. അതൊക്കെ അത് പറയുന്നൊന്നും കുഴപ്പമില്ല. അത് പിന്നെ അന്ന് ഒരു ഫിക്ഷന്റെ ലോകത്താണ് അല്ലേ. ഞാൻ തീരെ ചെറുപ്പം തൊട്ട് തന്നെ ഭയങ്കരമായിട്ട് ആ ഒരു രീതിയിലാണ് ഞാൻ ജീവിക്കുന്നതും. പിന്നെ ഈ മെർക്കുറി ഐലൻഡ് എന്ന് പറഞ്ഞ രണ്ടാമത്തെ നോവല് അത് എനിക്കൊരു 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് തന്നെ എന്റെ തലയിലുള്ള ഒരു ഐഡിയ ആണ്. ഞാൻ പലതവണ ആ വീട്ടിൽ പോയിട്ടുണ്ട്, പല ഘട്ടത്തിലും വീടിന്റെ പല ഘട്ടങ്ങളിലും പോയിട്ടുണ്ട്. പക്ഷെ അവിടെ ഒന്നും അത്തരത്തിലൊരു പുസ്തകങ്ങളോ അല്ലെങ്കിൽ ഒന്നും വാങ്ങിക്കൊണ്ട് തരാൻ പോലും അറിയില്ല. മൊത്തം ചോർന്ന് എന്റെ പാഠപുസ്തകങ്ങൾ വരെ നനയുമായിരുന്നു. എന്ന് പറഞ്ഞിട്ട് പഴയ വീടാ. പിന്നെ അതിന്റെ കൂട്ടത്തിൽ ഇടിമിന്നലും കൂടെ കിട്ടി വീടിന്. അപ്പൊ മച്ചും എല്ലാം പൊളിഞ്ഞ് ആ പാടെ എപ്പോ വേണമെങ്കിലും ഇടിഞ്ഞു പൊളിഞ്ഞു വീഴാനാവുന്ന ഒരു വീടായിരുന്നു. അപ്പൊ നമുക്കിപ്പോ ബുക്ക് വാങ്ങാൻ പോലും വീട്ടിൽ തന്നെ ഭയങ്കര കഷ്ടമാണ്. അപ്പോ ആ സമയത്ത് ബുക്ക് വാങ്ങി തരാനൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇതാകത്തില്ല. പിന്നെ ലൈബ്രറിയിൽ മെമ്പർഷിപ്പ് എടുത്തു. പിന്നെ അച്ഛന് പണ്ട് വായന എഴുത്തൊന്നും ഇഷ്ടമല്ലായിരുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ അച്ഛൻ അതിനെ കാര്യമായ രീതിയിൽ ഓപ്പോസ് ചെയ്യുമായിരുന്നു. അച്ഛൻ വായിക്കണ്ട എഴുതണ്ട അങ്ങനെയൊക്കെയുള്ള പഠിച്ചാൽ മതി എന്താ പറയുക. അച്ഛൻ പറഞ്ഞല്ലോ കൂലിപ്പണിയാണ് അച്ഛന്. അപ്പൊ അതുകൊണ്ട് തന്നെ അച്ഛന്റെ വിചാരം ഞാൻ പഠിച്ച് അതെ അച്ഛന് എനിക്ക് എന്റെ അറിവിൽ അച്ഛന് നമ്മുടെ മജസ്റ്റിക് അവിടെ ഇല്ലേ നമ്മുടെ ബാംഗ്ലൂര് അവിടെ ആ പാലം പണിയുന്നതിൽ പോലും അച്ഛൻ പങ്കെടുത്തിട്ടുണ്ട്. അച്ഛൻ ചെയ്യാത്ത പണികളില്ല അവരല്ലേ. നമ്മള് ആദ്യം ചെത്തോലാളിയാണ് കാണുന്നത്, പിന്നീട് പെട്രോൾ പമ്പിൽ നിൽക്കുന്ന ധർമ്മജനെ കണ്ടു ഞങ്ങള്. ഇപ്പോ ലോട്ടറി വിൽപ്പന അല്ലേ. ലോട്ടറി വിൽപ്പനയാണ് ഇപ്പൊ. അപ്പൊ ശരിക്കും പറഞ്ഞാല് ഇതല്ല ഈ നിങ്ങളുടെ എല്ലാ വരുമാനം ആ വീട്ടിലേക്ക് ആവശ്യമുണ്ട്. ഇപ്പോഴും ഒരു സാമ്പത്തിക ഭദ്രത ഒന്നും ഇല്ല അല്ലെ. സാമ്പത്തിക ഭദ്രത ഇപ്പൊ സത്യം പറഞ്ഞാൽ ഞാൻ എനിക്ക് എഴുത്ത് ഒന്ന് ശരിയായി വന്നപ്പോ റെഡിയായി വന്നോണ്ടിരിക്കുന്നതാണ്. ഇപ്പോഴും ഇതാണ് നമുക്ക് ഒരു ഭയങ്കര ഒരു ആഗ്രഹമായിരുന്നു അടച്ചുറപ്പുള്ള ഒരു വീട് വേണമെന്നുള്ളത്. അതിപ്പോ റീസെന്റ് ആണ് ആ ഒരു കാര്യങ്ങളൊക്കെ. ഈ പുസ്തകങ്ങളെല്ലാം കാണുമ്പോൾ ഈ കവറുകളെല്ലാം ഹിറ്റായിരുന്നു. ഈ റാം കെയർ ഓഫ് ആനന്ദിയുടേത് ഒരുപാട് ഹിറ്റായിട്ടുള്ള ഒരു കവറായിരുന്നു അല്ലെ. കവർ ഡിസൈൻ ചെയ്ത് നമ്മളിവിടെ പുന്നപ്ര അവനാണ് എന്റെ അടുത്ത ഫ്രണ്ടാണ്. ഭയങ്കര എനിക്ക് അടുപ്പമുള്ള സുഹൃത്താണ്. ശരിക്കും പറഞ്ഞാൽ അവൻ എനിക്ക് ഫ്രീ ആയിട്ട് ചെയ്തല്ലേ ഇത്. സത്യം ഒരു രൂപ പോലും ആള് എന്റെ ഓജോ ബോർഡാണെങ്കിലും മെർക്കുറി ഐലൻഡ് ആണെങ്കിലും രാത്രി 12 ശേഷം റാം കെയർ ഓഫ് ആനന്ദി ഇതെല്ലാം ആളാ ചെയ്യുന്നത്. അപ്പോ ആൾക്ക് അത്രയുമായിട്ടുള്ള ഒരു സന്തോഷമാണ് നമുക്ക് വേണ്ടി വർക്കുന്നത്. സ്വന്തം വർക്ക് പോലാണ്. എന്തെങ്കിലും പൈസ കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് അതേപടി തിരിച്ചു തരിക അങ്ങനെ ചെയ്യും. ഞങ്ങള് സത്യം പറഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും കുഴിമന്തിക്ക് വേണ്ടിയിട്ടാണ് വർക്ക് ചെയ്യുന്നത്. പിന്നെ ഒരു ഇതായിരുന്നു ഒരു ഫുൾ കുഴിമന്തി ഞങ്ങളെല്ലാം കൂടെ കഴിച്ചത്. അപ്പൊ എന്ത് കവർ ചെയ്താലും നമ്മള് വൈകുന്നേരം പോയിട്ട് ഇവിടെ ഒരു ഹോട്ടലുണ്ട് അവിടെ പോയിട്ട് കുഴിമന്തി കഴിക്കും. അങ്ങനെ നമ്മൾ ഈ കുഴിമന്തി കഥ പറയുമ്പോഴൊക്കെ ഈ പേരുകളിലേക്ക് വരുമ്പോഴത്തേക്കും ഏറ്റവും അവസാനം വന്നൊരു പേര് പോലും വിവാദമായിട്ടുണ്ട്. റാം കെയർ ഓഫ് ആനന്ദി അത് അനാവശ്യമായിട്ടുള്ള ഒരു വിവാദം. അത് ഈ ഇത്തരത്തില് ഈ റാം എന്നുള്ള പേര് നമുക്കറിയാം ഇപ്പോ കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ അവാർഡിന് അർഹനായിട്ടുള്ള ഒരാളാണ്. ഏറ്റവും മികച്ച യുവ എഴുത്തുകാരനായി തെരഞ്ഞെടുക്കപ്പെട്ട ഒരാളാണ്. അപ്പോഴും ഈ റാം എന്നുള്ളൊരു പേര് അത് അത്തരമൊരു അവാർഡിനെ സ്വാധീനിച്ചു എന്ന് പറയുന്നതൊക്കെ കേൾക്കുമ്പോൾ എന്ത് തോന്നുന്നു? ഞാനിപ്പോ എന്ത് പറയാനായിട്ടാ അങ്ങനെ ഈ ബുക്ക് വായിച്ചവർക്ക് എല്ലാവർക്കും അറിയാം ഇതിന്റെ അകത്ത് എന്താ ഉള്ളത്. ഇതിന്റെ അകത്ത് ഒരു മതപരമായിട്ടുള്ള ഒരു സാധനം ഇതിന്റെ അകത്തില്ല. ഇതൊരു പ്യുവറായിട്ടുള്ള ഒരു ഫിക്ഷൻ നോവലാണ്. പിന്നെ ഇവര് ശ്രീരാമനുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടെന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അത് ആ ഒരു രീതിയിൽ ഞാൻ എടുക്കുന്നുള്ളൂ. അതൊരു തമാശയായിട്ട് മാത്രമേ ഞാൻ എടുക്കുന്നുള്ളൂ. എങ്ങനെ അങ്ങനെയൊക്കെ പറയാൻ പറ്റുന്ന എനിക്കറിയില്ല. പിന്നെ ഒരു കാര്യമുണ്ട്, ഇപ്പം എന്തെങ്കിലും ഒരു അവാർഡ് കിട്ടിക്കഴിഞ്ഞാൽ അത് ഈവൻ ഇപ്പോ കേന്ദ്രത്തിൽ നിന്നാണെങ്കിൽ ഉടനെ തന്നെ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ പറയും. ചിലര് പറഞ്ഞു എന്റെ അച്ഛന്റെ സ്വാധീനം മൂലമാണ് ഇത് കിട്ടിയെന്നൊക്കെ പറയുന്നത്. അത് വേറൊരു കാര്യമാണ് കേട്ടോ. ഈ സ്വാധീനിക്കാൻ കഴിയുന്ന അച്ഛനെ നമ്മൾ കുറച്ച് കഴിയുമ്പോ ഒന്ന് കാണുന്നുണ്ട് പോയി. അതെ. അപ്പൊ ഞാൻ അച്ഛനെ ആ കമന്റ് കാണിച്ചു കൊടുത്തു. അച്ഛാ ഇത് കണ്ടോ? അപ്പൊ അച്ഛൻ പറഞ്ഞു ഞാനും കണ്ടു മോനെ. അതായത് ഞാൻ അച്ഛന് ഫേസ്ബുക്കിൽ അച്ഛൻ തന്നെ പറഞ്ഞാണല്ലോ ഞാൻ ഇത്രയും വലിയ ആളായല്ലേന്ന്. ആദ്യമേ അച്ഛൻ ഇങ്ങനെ ഇത് കിട്ടിയപ്പോ തന്നെ ലഡു എല്ലാം വിതരണം ചെയ്തോണ്ടിരിക്കുവായിരുന്നു. പാതിരപ്പള്ളി ജംഗ്ഷനില് കാണുന്നവർക്കെല്ലാം ലഡു കൊടുത്തു. അപ്പൊ ആൾക്കാർ ഒരിക്കലും അവര് വിചാരിച്ചിട്ടില്ലല്ലോ ഇങ്ങനൊരു ജീവിതത്തിലൊരു മാറ്റം ഒരിക്കലും അവർ വിചാരിച്ചിട്ടില്ല. സത്യം. നമ്മളിപ്പോ അച്ഛനും അമ്മയൊക്കെ നമ്മുടെ ഒപ്പം തന്നെ ഉള്ളപ്പോ അവർക്ക് മാക്സിമം സന്തോഷം കൊടുക്കേണ്ട ഒരാളാണ് ഞാൻ. അങ്ങനെ എന്റെ സന്തോഷം എന്ന് പറഞ്ഞാൽ ഇന്ദുമേനോടൊപ്പമുള്ള ആളുകളുടെയൊക്കെ ഒരു പ്രതികരണം കണ്ടപ്പോഴത്തേക്കും എനിക്കൊന്ന് അഖിൽ അവരെയൊക്കെ വലിയ ആരാധനയോടെ കണ്ടിട്ടുള്ള ഒരാളാണല്ലേ. പിന്നെ മാഡത്തിനൊക്കെ എനിക്ക് അറിയാവുന്നതല്ല, നേരിട്ട് അറിയുന്ന. പക്ഷേ നമ്മൾ ഉപയോഗിക്കുന്ന വാക്കുകൾ എപ്പോഴും നമ്മൾ സൂക്ഷിച്ച് ഉപയോഗിക്കുക. എന്താന്ന് പറഞ്ഞിട്ട് അത് നമ്മൾ ഒരാളെ കത്തിയെടുത്ത് കുത്തിയാലും ചിലപ്പോൾ അത് ഉണങ്ങും. പക്ഷെ ചില വാക്കുകൾ ഈ പറയുന്ന പോലെ മുറിവേൽപ്പിക്കുക. അത് എന്നെ മാത്രമല്ല, ഈ പറഞ്ഞ കണക്ക് ഇന്ദു മാഡത്തിന്റെ പോസ്റ്റൊക്കെ അച്ഛൻ കയറി വായിച്ചു. അതുകൊണ്ട് 10-20 മിനിറ്റുള്ള ഇതൊക്കെയാണ് വായിക്കാനായിട്ട് ടൈം എടുക്കുക. അത്രയും പാരഗ്രാഫാണ്. അപ്പൊ അതിന്റെ അകത്ത് ഇങ്ങനെ സ്ഥാപിക്കുകയാണ് നാണമില്ല എനിക്ക് ജീവിതകാലം മൊത്തം ഇതും പേര് നടക്കണമെന്നൊക്കെ പറഞ്ഞ അവാർഡിന്റെ. അപ്പോ
നമ്മുടെ മാതാപിതാക്കൾ സന്തോഷിച്ചിരിക്കുന്ന സമയത്ത് ഇതൊക്കെ കാണുമ്പോൾ ഉണ്ടാകുന്ന ഒരു വിഷമമുണ്ടല്ലോ, എനിക്ക് അതിൽ മാത്രമേ എനിക്ക് ഒരു സങ്കടം. രാഷ്ട്രീയ കാഴ്ചപ്പാടൊക്കെ ഉണ്ടോ? ഞാൻ എല്ലാവരുമായിട്ട് സൗഹൃദമുള്ള ഒരാളാണ്. ഇപ്പൊ ഏത് പാർട്ടി ഇവിടെ കേരളത്തിലുണ്ടെന്ന് പറഞ്ഞാലും ഇവര് എല്ലാരും കൂടെ നിൽക്കുന്ന ഒരു സ്ഥലമാണ് കേരളം. അതായത് ഈക്വലായിട്ട് ഇവർ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് പല രീതിയിൽ. അപ്പൊ പലർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിൽ ഇവരൊക്കെ ചേർന്നാൽ മാത്രമേ നമ്മുടെ കേരള രാഷ്ട്രീയം പൂർണ്ണമാകത്തുള്ളൂ എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. എന്തായാലും നമുക്ക് ഇനി കുറച്ച് കാര്യങ്ങളൊക്കെ കാണാനുണ്ട്. കാരണം ഈ കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് വന്ന സമയത്ത് ഉയർന്നു വന്നൊരു വിവാദമായിരുന്നു. അഖിൽ സ്വാധീനം ചെലുത്തിയിട്ട് അഖിലിന്റെ കുടുംബമടക്കം സ്വാധീനം ചെലുത്തിയാണ് ഇങ്ങനെ ഒരു അവാർഡ് കൈക്കലാക്കിയത് എന്നുള്ളതായിരുന്നു അന്ന് വന്നൊരു പ്രധാനപ്പെട്ട ഒരു ആരോപണം. ഒരുപക്ഷെ അഖിൽ ചിന്തിക്കാൻ പോലും കഴിയാത്ത കാര്യമായിരിക്കും. എന്തായാലും എന്താണ് അഖിലിന്റെ ഒരു വീടും പശ്ചാത്തലവും ഒക്കെ എന്നുള്ളത് നമുക്കൊന്ന് കണ്ടുവരാം. അങ്ങനെ നമ്മൾ എന്തായാലും അച്ഛനെ കാണാൻ പോവാണ്. അപ്പൊ കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് മേടിക്കാൻ അഖിൽ പി ധർമ്മജനെ സഹായിച്ച സ്വാധീനിച്ച ആ ആളെയാണ് നമ്മൾ ഒന്ന് കാണാനായിട്ട് പോകുന്നത്. ഹലോ, ഇവിടെ ഫ്രീ ആയി ലഡു കൊടുക്കുന്നുണ്ടെന്ന് അറിഞ്ഞല്ലോ ഒരു മാസമായിട്ട്. ഇപ്പോഴും ലഡു ഉണ്ടോ? എന്റെ ചേട്ടാ, അവാർഡ് കിട്ടിയിട്ട് ഇപ്പൊ എത്ര ദിവസമായെന്ന് അറിയാവോ? ഇപ്പോഴും ഉണ്ട് തീർന്നിട്ടില്ല. പിന്നെ അമ്മേ, ഒരുപാട് സന്തോഷമുണ്ട്. ഈ മധുരം നമ്മുടെ കുഞ്ഞനുജന് കിട്ടിയ സന്തോഷം. വളരെ നിഷ്കളങ്കരായ മനുഷ്യരാണ് കേട്ടോ. അവരിപ്പോഴും എല്ലാവർക്കും ലഡു. ഇത് ഈ ലോട്ടറി കച്ചവടം നടത്തിയിട്ട് ഇത്രയും ലഡു എടുക്കാൻ കാശുണ്ടാവും. കാശുണ്ടോ? അത് ആ കാശിനെ കുറിച്ചല്ല ചിന്തിക്കുന്നത്. നമുക്ക് കിട്ടിയ ആ ഒരു സന്തോഷം കൊണ്ടാണ്, അതിന്റെ ഭാഗമായിട്ട് കൊടുക്കുന്നതാണ്. കാരണം ചേട്ടാ, എനിക്കൊരു കാര്യം ചോദിക്കാനുണ്ട്. ഈ കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് കിട്ടാൻ ആരെയാ പോയി സ്വാധീനിച്ചത്? ഞാൻ ആരെ സ്വാധീനിക്കാനാണ്? ഈ പാവപ്പെട്ട ഞാൻ ഈ ലോട്ടറി കച്ചവടം ചെയ്തോണ്ടിരിക്കുന്ന എന്നെ ആർക്കും അറിയില്ല. ഇവിടെയുള്ള ഇട്ടാവട്ടത്തിലുള്ള കുറെ ആൾക്കാർക്ക് മാത്രമേ അറിയൂ. പിന്നെ എങ്ങനെ? ഞാൻ കേന്ദ്ര സർക്കാരുമായിട്ട് യാതൊരു ബന്ധവും ഇല്ല. ഈ ലോട്ടറി തട്ടിൽ ഇവിടെ ഇരുന്നിട്ട് അവിടെ പോയി സ്വാധീനിച്ച് മകൻ അവാർഡ് മേടിച്ചു കൊടുത്തത് അതിന് മാത്രം കഴിവ് എനിക്കുണ്ട്. അച്ഛനെ തലകറക്കി വീണ ഇതൊക്കെ കേട്ടപ്പോ അയ്യോ, എനിക്ക് ഒരു വല്ലാഴിമ ഉണ്ടായിരുന്നു. അതാ ഞാൻ പറഞ്ഞ, അച്ഛന് ഭയങ്കര ടെൻഷനായി ഇതൊക്കെ കണ്ടപ്പോ. ഇപ്പൊ ഞാൻ പറഞ്ഞ അച്ഛനും അമ്മയും വേറെ ഇതിലാണ്. അന്നത്തെ ദിവസം എത്ര നമുക്കൊന്ന് ഇങ്ങോട്ട് ഇറങ്ങി നിന്നാലോ? അന്നത്തെ ദിവസം എത്ര ടിക്കറ്റ് കൊടുത്തെന്നോ വിറ്റെന്നോ ആരൊക്കെ കാശ് തന്നോ ഒന്നും അറിയില്ല. അത്ര ടെൻഷനായിരുന്നു. അല്ല, എവിടെ ഇരുന്നപ്പോഴാണ് ഇത് അറിയുന്നത്? ഈ ലോട്ടറി തട്ടിൽ ഇവിടെ തന്നെ ഇരുന്നപ്പോഴാണ് അറിയുന്നത്. ആര് വിളിച്ചു? അഖില വിളിച്ചു പറഞ്ഞു? അതെ 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 അതെ. അച്ഛനാദ്യമേ പിടികിട്ടിയില്ല എന്താണെന്ന്. അച്ഛൻ നിർത്തി പറ. അല്ല, അറിയാമായിരുന്നു ഈ കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ്, ഈ യുവ പുരസ്കാരം, ഇതൊക്കെ ഇതിനെ കുറിച്ചൊക്കെ വലിയ ധാരണ ഉണ്ടായിരുന്നു. ഒരു ധാരണയില്ല. അച്ഛൻ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അറിയത്തുമില്ല. അങ്ങനെയുള്ള ചിന്തകളൊന്നും നമുക്കില്ലല്ലോ. നമ്മൾ സാധാരണ ഉള്ള ജീവിതമല്ലേ. അതെ, ചെത്തൊഴിലാളിയായിട്ട് തുടങ്ങിയ ജീവിതമാണ്. അതെ അതെ, സത്യം. അങ്ങനെ തുടങ്ങി പിന്നെ വിവിധ ജോലികൾ ചെയ്തിട്ടുണ്ട്. പെട്രോൾ പമ്പിൽ അടക്കം നിന്നിട്ടുണ്ട്. അതിനുശേഷമാണ് പിന്നെ ഇത് ഒരു ഓപ്പറേഷൻ ഉണ്ടായിരുന്നു ഹാർട്ടിന്റെ. അത് കഴിഞ്ഞ ശേഷം മറ്റൊന്നും ചെയ്യാൻ പറ്റാത്തൊരു അവസ്ഥ വന്നപ്പോഴാണ് ഇതിലേക്ക് തിരിഞ്ഞത്. ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ഇങ്ങനെ അഖില് കയ്യിൽ നിന്ന് പൈസയൊക്കെ കണ്ടെത്തിയും പിന്നെ ആളുകളോടൊക്കെ പൈസ മേടിച്ചും പുസ്തകമൊക്കെ പ്രിന്റ് ചെയ്യുമ്പോൾ നമ്മുടെ ഈ സാധാരണക്കാരായിട്ട് ഈ പാതിരപ്പള്ളിക്കാരൻ ഇവിടെ എവിടം വരെ എത്താനാകും എന്നുള്ളൊരു ചിന്ത ഉണ്ടായിരുന്നു. ഭയം ഉണ്ടായിരുന്നു. അതെ, ഈ പൈസ ഒക്കെ അല്ലേ? അതെ അതെ, ഭയം. അങ്ങനെ തന്നെയല്ല, പുള്ളി മോനെന്ന് പറയുമ്പോ ഒരു നല്ല ഒരു ജോലി കിട്ടാൻ സാധ്യത ഉണ്ടാകണമെന്നുള്ള ചിന്തയായിരുന്നു എന്റേത്. ഏതൊരു സാധാരണ അച്ഛനെ അതായിരുന്നു. പക്ഷെ ബേസിക്കലായിട്ട് ഇത് കൊണ്ടുപോയിക്കൊന്നും ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്. പക്ഷെ ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടാകുന്നത് ഈശ്വരൻ കടാക്ഷിച്ചിട്ട് കിട്ടിയതാണ്. അപ്പൊ എന്തായാലും ധർമ്മജേട്ടാ, ഈ കാര്യങ്ങളൊക്കെ നടക്കട്ടെ. അപ്പം എല്ലാവിധ ആശംസകളും. ഏറ്റവും അഭിമാനമുള്ള ഒരു മകനെ കിട്ടി. പാതിരപ്പള്ളിക്ക് ഏറ്റവും നല്ലൊരു എഴുത്തുകാരനെ കിട്ടി. നമ്മുടെ നാട്ടില് അല്ലെ ഇത്രയും പ്രശസ്തനായ ഒരു എഴുത്തുകാരൊന്നും പാതിരപ്പള്ളിയില്ല. ഞാനും പാതിരപ്പള്ളിക്കാരിയാണ്. അതുകൊണ്ട് ഞങ്ങളുടെ എല്ലാവരുടെയും സന്തോഷവും അഹങ്കാരമാണ് അഖിലിന്റെ ഈ നേട്ടം. ഞങ്ങൾ വീട്ടിലോട്ട് പോവുകയാണ്. മഹേശ്വരാന്റി ഒന്ന് കാണണം, അമ്മയെ ഒന്ന് കാണണം. അതും കൂടെ കണ്ടാലേ ഇത് പൂർണ്ണമാവുള്ളൂ. അപ്പൊ നമുക്ക് അവരെ ഒന്ന് പോയി കണ്ടിട്ട് വരാം. അപ്പൊ കാര്യങ്ങൾ നടക്കട്ടെ. അപ്പൊ ഇതാണ് അഖിലിന്റെ അമ്മ. നമ്മള് പറഞ്ഞ സ്വാധീനിക്കാൻ ശ്രമിച്ച വൻ ടീമിലെ പ്രധാന ആള് ഈ പറഞ്ഞ അമ്മയാണ്. മഹേശ്വരാന്റി ധർമ്മജന്റെ മഹേശ്വരാന്റിയും കൂടെ സ്വാധീനിച്ചെന്നാണ് എല്ലാരും പറയുന്നത്. ഞങ്ങള് പാവം പിടിച്ച ഞങ്ങള് ഒരുപാട് കഷ്ടപ്പെട്ട് ജീവിതം കെട്ടിപ്പിടിച്ച അല്ലേ? ഒത്തിരി കഷ്ടപ്പെട്ടതാണ്. ഇപ്പോഴും കഷ്ടപ്പെടുന്നു. ഒരു ഗോഡ് ഫാദറും ഇല്ലാതെ എങ്ങനെ എഴുതണം എങ്ങനെ വായിക്കണമെന്ന് പോലും പറഞ്ഞു കൊടുക്കാൻ ആരുമില്ലാതെ വളർന്നു വന്ന ഒരാളാണ്. അതിലും അഖിൽ, ഒരുപാട് സന്തോഷം. അഖിലിനെ പ്രേക്ഷകരുടെ മുമ്പിലേക്ക്, ഈ കുടുംബത്തെ, എനിക്ക് വളരെ വേണ്ടപ്പെട്ടൊരു കുടുംബം കൂടിയാണ് ഇവർ ഈ പ്രേക്ഷകരുടെ മുമ്പിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞതിലും സന്തോഷമുണ്ട്. അപ്പോ
എല്ലാവിധ ആശംസകളും. താങ്ക് യു സോ മച്ച്. ക്യാമറമാൻ പ്രശാന്ത് മംഗലശ്ശേരിക്കൊപ്പം ആലപ്പുഴയിൽ നിന്നും ശരണ്യ സ്നേഹജൻ, ന്യൂസ് 18.